ഇലപൊഴിയും കാടുകളിലും അർദ്ധഹരിത വനങ്ങളിലും കണ്ടുവരുന്ന ഒരുതരം പൂമ്പാറ്റയാണിത്. പേര് വെള്ളച്ചാത്തൻ. ഇവരെ കോമൺ ആയിട്ട് ഇംഗ്ലീഷിൽ വിളിക്കുന്നത് ഗ്രാസ് ഡീമൺസ് എന്നാണ്. ഇനി ഇവരുടെ ഒരു സയന്റിഫിക് ക്ലാസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഹെസ്പെരിഡേ ഫാമിലിയിലെ യുഡാസ്പസ് ഫോളസ് എന്നൊരു സ്പീഷീസ് ആണിത്. ഇവയുടെ നേറ്റീവ് എന്ന് പറയുന്നത് ശ്രീലങ്ക, ഇന്ത്യ, മ്യാൻമാർ, ചൈന, തായ്ലാന്റ്, മലേഷ്യ, ഇന്തോനേഷ്യ എന്നീ രാജ്യങ്ങളാണ്. ഈ വീഡിയോ ഇപ്പോൾ കേരളത്തിൽ നിന്നാണ് എടുത്തേക്കുന്നത്. ഇതൊരു ചെറിയ പൂമ്പാറ്റയാണ്. ചിറകിന് പുറത്ത് ഇരുണ്ട തവിട്ട് നിറമാണുള്ളത്. മുൻചിറകിന്റെ പുറത്ത് മങ്ങിയ വെളുത്ത പാടുകളും കാണാം. പിൻചിറകുകളാണെങ്കിൽ ഒരു വലിയ വെളുത്ത പാടുണ്ടാവും. പിന്നെ ചിറകിന്റെ അടിവശവും പുറംവശവും ഏകദേശം ഒരുപോലെ ആയിരിക്കും ഇരിക്കുന്നത്. നല്ല ജെറ്റ് സ്പീഡിൽ നിലം പറ്റിയാണ് ഇത് പറക്കാറ്. ഒറ്റ പറക്കറിൽ അധികം ദൂരമൊന്നും പോകാറില്ല. നമ്മളിപ്പോൾ ഈ വീഡിയോ കാണുന്നത് ഈ പൂമ്പാറ്റ വെയിൽ കായുന്നതാണ്. വെയിൽ കായുമ്പോഴാണ് ഇതിന്റെ ആ മുൻവശത്തെ ചിറക് കുറച്ച് ഉയർത്തി വെക്കും. അതുകൊണ്ടാണ് ഇതിന്റെ ഫൈറ്റർ ജെറ്റ് വരി തോന്നുന്നത്. വിശ്രമിക്കുന്ന സമയങ്ങളിലാണെങ്കിൽ ഇവർ ചിറകൊക്കെ മടക്കി വെച്ച് ട്രയാങ്കിൾ ഷേപ്പിലായിരിക്കും ഇവർ ഇരിക്കുക. ഇവരുടെ ഒരു ലൈഫ് സൈക്കിൾ പറയുകയാണെങ്കിൽ എല്ലാ പൂമ്പാറ്റകളെ പോലെ 4 സ്റ്റേജസ് ആണുള്ളത്. എഗ് സ്റ്റേജ്, ലാവ സ്റ്റേജ്, അതായത് കാറ്റർപില്ലർ സ്റ്റേജ്, പിന്നെ പ്യൂപ്പ സ്റ്റേജ്, അഡൽട്ട് സ്റ്റേജ്. മഞ്ഞൾ, ഇഞ്ചി പോലുള്ള സസ്യങ്ങളിലാണ് ഇത് മുട്ടയിടുന്നത്. ഇലയുടെ പുറത്താണ് ഇവർ പൊതുവെ മുട്ടയിടാറ്. പിന്നെ ഒരു മുട്ടയാണ് സാധാരണ ഇടാറ്. ചിലപ്പോൾ 2-3 മുട്ടകൾ ഇട്ടുന്നിരിക്കും. ഇട്ടിയ ഉടനെ തന്നെ മുട്ടയ്ക്ക് ചുവപ്പ് നിറാണെങ്കിലും ഒറ്റ ദിവസത്തിനുള്ളിൽ അത് വെളുത്ത നിറാകും. രണ്ടാമത്തെ സ്റ്റേജ് കാറ്റർപില്ലർ ആണ്. കാറ്റർപില്ലറിന് ഒരു നീല കലർന്ന പച്ച നിറമാണ്. പുറത്ത് പച്ച നിറത്തിൽ ഒരു വരയും ഉണ്ടാവും. തല കറുത്തിട്ടാണ്. പിന്നെ ഈ പുഴുവിനെ തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചുവന്ന മുഴ പോലെ ഫോം ചെയ്യും. അത് ഞാൻ ഒരിടത്ത് വായിച്ചതാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഇത് മുട്ടയിടുന്നത് മഞ്ഞൾ, ഇഞ്ചി പോലുള്ള സസ്യങ്ങളിലാണെന്ന്. അപ്പോൾ അതിൻ്റെ ഇല തന്നെയാണ് ഇത് കഴിക്കുന്നതും. അതുകൊണ്ട് തന്നെ ഇതൊരു പെസ്റ്റിൻ്റെ ഗണത്തിൽ പലയിടത്തും പെടുത്താറുണ്ട്. ഇവരുടെ അഡൽട്സ് നല്ല തേൻകൊതിയന്മാരാണ്. അവരെയാണ് നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശവന്നാറി ചെടിയിൽ നിന്നും അരിപ്പൂവിൽ നിന്നൊക്കെയാണ് ഇവർ തേൻ കുടിക്കുന്നത്. ഒക്കേഷണലി ഇവരെ ചാണകത്തിലും പക്ഷിക്കാട്ടത്തിലൊക്കെ ഇരിക്കുന്നത് കാണാം. അത് അതിൽ നിന്നുള്ള ന്യൂട്രിയൻസ് വലിച്ചെടുക്കുന്നതാണ്. ഇവരുടെ പ്രഡേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കിളികളും പല്ലികളും ചിലന്തികളൊക്കെ തന്നെയാണ്. ഇനി അവരിൽ നിന്ന് എങ്ങനെയാണ് ഇവർ രക്ഷപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഫ്ലൈറ്റ് തന്നെയാണ്. നല്ല സ്പീഡിലുള്ള ഭയങ്കര സ്വിഫ്റ്റ് ഫ്ലൈറ്റ് ആണ് ഇവരുടെ. പക്ഷേ അധികം ദൂരം ഇത് പറക്കില്ല. പൊന്തക്കാടുകളിലേക്കൊക്കെ പെട്ടെന്ന് കയറിയിട്ട് ഇത് ഒളിക്കും. പിന്നെ ഇതിന്റെ കാറ്റർപില്ലേഴ്സിന്റെ ഡിഫൻസ് ക്യാമഫ്ലേജിങ് ആണ്. അതിന്റെ കളർ തന്നെ പച്ചയാണ്. അതുകൊണ്ട് തന്നെ പച്ച ഇലയിലൊക്കെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല, പെട്ടെന്ന് സ്പോട്ട് ചെയ്യില്ല. ഇവരുടെ ഒരു എക്കോളജിക്കൽ ഇമ്പോർട്ടൻസ് പറയുകയാണെങ്കിൽ ഒരു ഹെൽത്തി ജിഞ്ചർ പ്ലാന്റേഷൻസിന്റെ ഒരു ബയോ ഇൻഡിക്കേറ്റർ തന്നെയാണ് ഇവർ. കാരണം പെസ്റ്റിസൈഡ്സ് ഒക്കെ അടിച്ചേക്കുന്നതാണെങ്കിൽ ഈ പൂമ്പാറ്റകൾ ആ ഏരിയ തന്നെ ഉണ്ടാവത്തില്ല. പിന്നെ ഇവരൊരു പോളിനേറ്റർ സ്പീഷീസും ആണ്. അത് മാത്രമല്ല ഫുഡ് വെബ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്പീഷീസ് ആണ്. ഇനി ഇവരുടെ ഒരു കൺസർവേഷൻ സ്റ്റാറ്റസ് പറയുകയാണെങ്കിൽ IUCN ലിസ്റ്റിൽ ഇവർ നോട്ട് ഇവാലുവേറ്റഡ് ആണ്. ഇവാലുവേറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ അഗ്രികൾച്ചർ ലാൻഡ്സിലുള്ള പെസ്റ്റിസൈഡ് യൂസേജും അർബനൈസേഷനും ഒക്കെ കാരണം ഇതിന്റെ പോപ്പുലേഷൻ അത്യാവശ്യം വൾണറബിൾ ആണ്. ഇനി ഇവരുടെ ഒരു കൾച്ചറൽ സിഗ്നിഫിക്കൻസിലേക്ക് വരികയാണെങ്കിൽ ഇവരെ സ്പെഷ്യലായിട്ട് എവിടെയും തന്നെ ഫീച്ചർ ചെയ്തിട്ടില്ല. പക്ഷേ കോമൺ ആയിട്ട് പൂമ്പാറ്റകളെല്ലാം തന്നെ കുട്ടിക്കഥകളിലും പാട്ടുകളിലും കവിതകളിലും ഒക്കെ ഒരുപാട് ഫീച്ചർ ചെയ്തേക്കുന്ന ഒരു ഇൻസെക്റ്റ് ആണ്. അത് മാത്രമല്ല ഇവരുടെ പേരിൽ ഒരു മാഗസിൻ തന്നെയാണ് പൂമ്പാറ്റ എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ അകത്തുള്ള സ്റ്റോറീസിൽ ഇവർ തന്നെയാണ് ഹീറോസും. ഈ പൂമ്പാറ്റ പറക്കുന്നതിൻ്റെ ഒരു സ്ലോ മോഷൻ വീഡിയോ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അതൊന്ന് കാണാം. ഇവരുടെ ഒരു ഫ്ലൈറ്റ് പാറ്റേൺ എങ്ങനെയാണെന്ന് അറിയാനായിട്ട്. അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞേക്കുന്ന എല്ലാ കാര്യങ്ങളും തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.